ഇതിൻ്റെ കോസ്റ്റ് എന്തായിരുന്നു? ഇതെന്താ കോസ്റ്റ്? ഇതെന്താ കോസ്റ്റ്? ഇതാകുമ്പോൾ സൈഡിൽ വരുന്നത് മെഷീൻ മെയ്ഡും ഇത് ഹാൻഡ് മെയ്ഡ്. റേറ്റ് വന്നിട്ട് അയ്യോ എല്ലാം കുഞ്ഞു കുഞ്ഞു കൃഷ്ണ. ഹലോ നമസ്കാരം, സുൽത്താൻ പേറ്റ് സിഗ്നലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിന്ന് കുത്താമ്പുള്ളിയിലേക്കാണ് പോകുന്നത്. കുത്താമ്പുള്ളിയിലെ നെയ്ത്ത് കടയിൽ പോയിട്ട് നമ്മൾ നേരിട്ട് തുണിയൊക്കെ പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. ഇതേ കണ്ടില്ല, ഇവരെല്ലാവരും നിങ്ങൾക്ക് അറിയാം. ഇവിടെ അജിത് ചേച്ചിയുടെ ഇവരെല്ലാവരും നിങ്ങൾക്ക് അറിയാം. അജിത് ചേച്ചി, ഹേമ ചേച്ചി, സ്നേഹ, പിന്നെ അതുപോലെ തന്നെ നിഖിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ അറിയാം, കാരണം നമ്മൾ ഇവരുടെ ബർത്ത്ഡേ ഒക്കെ നമ്മൾ ഗ്രാൻഡായി ആഘോഷിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് കുത്താമ്പുള്ളിയിലേക്കാണ്. കുത്താമ്പുള്ളി എന്താ പറയുക, ആ ഒരു ഗ്രാമവും പിന്നെ അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് കുറച്ച് പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ വീട്ടിൽ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഉള്ളത് തിരുവല്ലാമല രാമക്ഷേത്രത്തിലാണ്. അതേ ഉണ്ടല്ലേ, പുറകിലുള്ളത് രാമക്ഷേത്രമാണ്. അപ്പോൾ ജസ്റ്റ് ഇങ്ങോട്ട് വന്നപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്ന് ഒരു ഇൻട്രോ എടുക്കുന്നു മാത്രമേ ഉള്ളൂ, കാരണം നല്ലൊരു പ്ലേസാണ്. അപ്പം എന്തായാലും ഈ ഒരു സ്ഥലം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണം എന്ന് തോന്നി, അപ്പോൾ ഒരു ഇൻട്രോ എടുത്താണ്. അപ്പോൾ നമ്മളിനി നേരെ പോകുന്നത് കുത്താമ്പുള്ളിയിലേക്കാണ്. പോവാം. അപ്പോൾ നമ്മളിവിടെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്, രാമക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് കുത്താമ്പുള്ളിയിലേക്കാണ്. അപ്പോൾ കുത്താമ്പുള്ളിയിലേക്ക് വരേണ്ട വഴി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് പാലക്കാട് നിന്ന് വരുന്ന സമയത്ത് നമ്മളിപ്പോൾ വന്നത് പാലക്കാട് നിന്ന് നേരെ ഒറ്റപ്പാലം റൂട്ടിൽ പഴയ ലക്കിടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും ലെഫ്റ്റ് എടുത്ത് നേരെ തിരുവല്ലാമലയിൽ നിന്ന് അടുത്താണ് കേട്ടോ. തിരുവല്ലാമലയിൽ നിന്ന് വളരെ അടുത്താണ് കുത്താമ്പുള്ളി. ഓക്കെ, ഞാൻ എന്തായാലും ലൊക്കേഷൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം, നമുക്കത് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ കുത്താമ്പുള്ളി ഗ്രാമത്തിലൂടെ പോകുന്നത് കണ്ടില്ലേ, കംപ്ലീറ്റ് ഈ ഒരു ഗ്രാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് രണ്ട് സൈഡും എല്ലാ വീടുകളിലും തന്നെ ഈ ഒരു നെയ്ത്ത് ഗ്രാമം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എല്ലാ വീടുകളിലും സംഭവങ്ങളുണ്ട്, തുണികളുണ്ട്. കണ്ടില്ലേ, ഹോൾസെയിലായും റീറ്റെയിലായും എല്ലാ കടകളിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് കുത്താമ്പുള്ളിയുടെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഇവിടുത്തെ തന്നെ ഏറ്റവും വലിയ ഒരു ഷോപ്പിലാണ്. കണ്ടില്ലേ, ഇതെല്ലാം ഒരു കുഞ്ഞു ഷോപ്പാണ്. എല്ലാം ഒരു കുടിൽ വ്യവസായം പോലെയൊക്കെ പണ്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ അത്യാവശ്യം ഓരോ ഷോപ്പൊക്കെ ആയിട്ടുണ്ട് എല്ലാവരും. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് റാംസൺസിലേക്കാണ്. റാംസൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം 75 വർഷമായി. കുത്താമ്പുള്ളി എന്നൊരു സ്ഥലത്തിന് ആ ഒരു പേര്, ആ ഒരു പ്രശസ്തിയും എത്തിച്ചത് ഇവരാണ്. അത് കാരണം അവർക്ക് അത്രയും നാളത്തെ പഴക്കമുണ്ട്. അപ്പോൾ ഒരുപാട് നാളായിട്ടുള്ളതാണ് ഇവർ. അപ്പോൾ നമ്മളിന്ന് അങ്ങോട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഷോറൂമും കൂടെയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അത് നിങ്ങൾ കാണുന്ന സമയത്ത് മനസ്സിലാവും. കാരണം ഇപ്പോൾ ഈ കാണുന്നതൊക്കെ വളരെ കുഞ്ഞു വീട് പോലത്തെ ഒരു സെറ്റപ്പാണ്. എല്ലാം തന്നെ കണ്ടില്ലേ, എല്ലാം ഓരോ വീട് പോലുള്ള ഷോപ്പുകളാണ്. പക്ഷേ നമ്മളിപ്പോൾ പോകുന്നത് ശരിക്കും അവർ അത്യാവശ്യം വിപുലീകരിച്ച ഷോറൂമും കാര്യങ്ങളൊക്കെയാണ് അവർക്കുള്ളത് ഇവിടെ. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പം ഇതാണ് കുത്താമ്പുള്ളി വഴി. ഓക്കെ, നമ്മൾ തിരുവല്ലാമലയിൽ നിന്ന് കുറച്ച് ദൂരം വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് റൈറ്റിലേക്കൊരു വഴിയുണ്ട്, അതിലൂടെ കയറി വേണം നമുക്ക് വരാൻ. അപ്പോൾ തിരുവല്ലാമലയിൽ നിന്ന് വളരെ അടുത്താണ്. ഓക്കെ, അപ്പോൾ അത് വരുന്നവർക്ക് വളരെയധികം യൂസ്ഫുള്ളായിരിക്കും, വളരെയധികം ഈസി ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കാം. പിന്നെ നമ്മൾ കൂടുതലായി നോക്കുന്നത് ലേഡീസ് കളക്ഷൻസ് ആണ്, കാരണം എൻ്റെ കൂടെ ചേച്ചിമാരുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാരീസും അതുപോലെ തന്നെ ലേഡീസ് ഐറ്റംസാണ് നമ്മൾ കൂടുതലായിട്ട് നോക്കുന്നത്. ഓക്കെ, അപ്പം ഇത് സ്ത്രീകൾക്ക് വളരെയധികം ഉപകാരപ്രദമാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ നമ്മളുടെ റാംസൺസിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ അപ്പോൾ ഇതാണ് നമ്മളുടെ റാംസൺസിൻ്റെ കുത്താമ്പുള്ളിയിലുള്ള ഷോറൂം. കണ്ടില്ലേ, ഏകദേശം 75 വർഷത്തെ പഴക്കമാണ് കുത്താമ്പുള്ളിയിൽ റാംസൺസിനുള്ളത്. കുത്താമ്പുള്ളി ആക്കിയത് റാംസൺസാണ്. അപ്പോൾ നമ്മൾ ഇവിടെയാണെന്ന് പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പോവാം അല്ലേ. നമ്മൾ ഫുൾ സെക്യൂരിറ്റി ഉണ്ട്, സാനിറ്റൈസ്. തെർമൽ സ്കാനർ ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ സാനിറ്റൈസർ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് പോവാം അല്ലേ. വീടിന്റെ അകത്തേക്ക് കയറുന്ന ഒരു ഫീൽ ആണോ? ബൈ 10 ഗെറ്റ് 3 ഓഫറൊക്കെ വന്നിട്ടുണ്ട്. അത് നമുക്ക് വാങ്ങാലോ? അതെ, 10 മേടിച്ച 3 ഫ്രീ ആയി കിട്ടും. സെൽഫി
സെറ്റ് സാരീസ് ഇവിടെയാണ്. ഇവിടെ തന്നെയാണല്ലേ? വീഡിയോയ്ക്ക് കാണിച്ചാൽ ഒരു ബ്ലാക്ക് പ്രിന്റ് വരുന്നത്, ഒരു ബോഡി മൊത്തം ഇതൊക്കെ എത്ര ഉണ്ട്? റേറ്റ് വന്നിട്ട് ടിഷ്യൂ റേറ്റ് 840. ടിഷ്യൂൻ്റെ അല്ലേ സ്ട്രൈപ്സ് ലൈന് അങ്ങനത്തെ ഈ അങ്ങനത്തെ ഉണ്ടാവോ ഈ ഡിസൈൻ? ഇതെന്താ 840? 840. അത് നന്നായി. നമ്മൾ അന്ന് കൃഷ്ണനെ കണ്ട പിന്നെ വേറെ ഒന്നും ചിന്തിക്കാനേ ഇല്ലല്ലോ. ഭഗവാൻ നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവായിട്ട് അയ്യോ എല്ലാം കുഞ്ഞു കുഞ്ഞു കൃഷ്ണൻ എന്ത് ഭംഗിയില്ലേ, നല്ല രസം. ഇതെന്താ കോസ്റ്റ്? ഇത് എന്ത് വില വരുന്നുണ്ട്? ഇത് സെയിം റേറ്റ് തന്നെയാണ്. അതിൽ തന്നെ ഡിസൈൻസുകളാണ്. പിന്നെ ഒന്ന് കോട്ടണിലാണ്. നമ്മളെ ഭാഗത്ത് കയറിയിട്ടുണ്ട്. ആക്ച്വലി നമ്മളെ പർച്ചേസ് തുടങ്ങി ഉണ്ടല്ലേ. അപ്പോൾ അവർ പർച്ചേസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. അറിയാലോ സാധാരണ ലേഡീസിൻ്റെ പർച്ചേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ആ ഒരു പർച്ചേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും കുറച്ച് സാരികളൊക്കെ നോക്കാം അല്ലേ. ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതെന്താ റേറ്റ് അപ്പോൾ? ഇത് ആ റേഞ്ചിൽ തന്നെ വരുന്നത്. പക്ഷേ തുണിക്ക് വ്യത്യാസമുണ്ട്. ഇത് നമ്മൾ കോട്ടൺ ഇത് ഉടുത്താലും ഇങ്ങനെ പതിഞ്ഞ് ഇങ്ങനെ നിൽക്കും. ഒന്നിട്ട് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ നിൽക്കും. ഇത് വന്നിട്ട് 900. ഇതെന്താ കോസ്റ്റ്? ഉദയ ഇതാകുമ്പോൾ സൈഡിൽ വരുന്നതാണ് കേട്ടോ. ഡിസൈനിൽ മൈക്കിയുടെ കുഴപ്പമില്ല. 767 ഇതിൻ്റെ റേറ്റ്. ഇതിൻ്റെ ഈ കളർ വേറെ ഉണ്ടോ? കുറച്ചും കൂടി ഇത് വേണം. സിൽവർ ഇതും 7 എത്ര? 47 750. 750. ഇതും സെയിം റേറ്റ് ആണോ ഉദയ? ഇല്ല, ഇത് വേറെ റേറ്റ് ആണ്. അത് 800 റേറ്റ്. റേറ്റ് ആണ്. നല്ല ത്രെഡ് വർക്കിൻ്റെ എല്ലാം ഈ വൈറ്റ് സിൽവറിലാണ് ചെയ്തത്. സിൽവറിലാണ് ഇപ്രാവശ്യം അധികം. അല്ലെങ്കിൽ ഗോൾഡ് അല്ലേ വരിക ടിഷ്യൂ. ഇത് വന്നിട്ട് ഇത് നമ്മുടെ സാധാരണ സാരിയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഇതിൽ തന്നെ വിത്ത് ബ്ലൗസ് വന്നിട്ട് ഇതിന്റെ പ്ലെയിൻ തന്നെയാണ് വരിക. ഇതിന്റെ പ്ലെയിൻ തന്നെ. ഹാൻഡ് വർക്കാണോ? ഇതെന്താ കോസ്റ്റ്? 1250. 1250. ഇതിന്റെ പുറം പോകുന്നത് എന്താ വെച്ചാൽ ബോഡി ഫുള്ളായിട്ട് ഈ വർക്ക് വരുന്നതുകൊണ്ടാണ് ഈ റേറ്റ് വരുന്നത്. അങ്ങനത്തെ ഇത് സെയിം കോസ്റ്റ് ആണോ? ഇല്ല, ഇത് വേറെ റേറ്റ് ആണ്. ഇത് എത്ര വരുന്നുണ്ട്? 780. 780 അല്ലേ? അതിൽ തന്നെ പ്രിന്റഡ് ആണ് ഇതിന്റെ. ഇങ്ങനത്തത് വരുന്നത് 780 ആ? ഈ മെറ്റ് 780 ആ? എന്നിട്ട് നമ്മളെ പോലുള്ളവർക്കൊക്കെ വാങ്ങാൻ കുറച്ച് ഇതെന്താ കോസ്റ്റ്? ഇനി കുറച്ച് 100-ൽ പറഞ്ഞത് വന്നില്ല. ഇത് 100-ൽ പെടുന്നില്ല. നിങ്ങൾ ആ ഫോട്ടോ 1010. 1010. ഹാൻഡ്ലൂം കൈ കൊണ്ട് നെയ്യുന്നത് കൊണ്ടാണ് ഇതിന് ഇതെന്താ കോസ്റ്റ് ഇപ്പോൾ വരുന്നത്? കഴിഞ്ഞാലും കിട്ടും. എന്നുവെച്ചാൽ കൈ കൊണ്ട് നെയ്യുന്നത് കൊണ്ടാണ് അവർ കഷ്ടങ്ങൾ 1675. 1675. 1675 അല്ലേ? കൈ ഓക്കെ. കൊണ്ട് അല്ലേ? നന്നായിട്ടുണ്ട്. ഇത് ഹാൻഡ്ലൂം ആണല്ലേ? ഇത് ഹാൻഡ്ലൂമാണ്, ഹാൻഡ് വർക്കാണ്. ഇത് എങ്ങനെയും പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ചയിൽ 2-3 ദിവസമൊക്കെ വേണ്ടി വരും ഇത് നെയ്തെടുക്കാൻ. ഒരു സാരിക്കോ? ഒരു സാരിക്ക്. ഓ, അതുകൊണ്ടാണ് ഇതിന് ഈ റേറ്റ് വരുന്നത്. ഇതെയാ? ഇതിന്റെ കോസ്റ്റ് എന്തായിരുന്നു? ലൈന് ഈ ഇതിന് പകരം ലൈന് ഇത് 1010. 1010? ഇതിന്റെ ഡിസൈൻ ഒന്നും ഇല്ല? ഉദ്ദേശിച്ചത്. പക്ഷെ ഇതിൽ എന്തെങ്കിലും വർക്കും കൂടെ വേണം. അങ്ങനെയൊന്നുമില്ല. ഇതിപ്പോൾ അമ്മമാർക്കാണെങ്കിലും ഇടാനും ഇതെന്താ കോസ്റ്റ്? സാധാ സാരിയാണ്. ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ട് ഓ, ഇത് 670 അത്രേ ഉള്ളൂ അല്ലേ? ഇത് കൊള്ളാം, അതിനല്ല തിരക്കുള്ള സമയത്ത് ഇത് എത്രയായിരുന്നു റേറ്റ്? എത്രയായിരുന്നു? 500 അല്ലേ പറഞ്ഞത്? ഇത് നല്ല ബ്ലാക്കിൻ്റെ കൂടി ഇട്ടാൽ നന്നായി. 595 അല്ലേ? നന്നായിട്ട്
ആണ് 795. 795 അല്ലേ? അല്ല ഇത് കുറച്ച് ഏതെങ്കിലും ഒന്ന് ഓ, ഇത് വർക്ക് അധികം വരുന്നുണ്ട് അല്ലേ? വർക്ക് വരുന്നതാണ് മുന്താണിയില്. ഇതെത്രയാ? ഇതൊന്നും എന്നിട്ട് നമുക്ക് അവസാനം നോക്കിയിട്ട് ഏതാ കണ്ടിട്ട് 1040 അല്ലേ? നമ്മള് അതൊന്ന് ഇതാക്കിയേ. കുട്ടികൾക്ക് മുണ്ടായിട്ട് കൊടുക്കാൻ പറ്റും. മുണ്ടാണ് പക്ഷെ ചെറുതിന് മുണ്ടായിട്ട് കൊടുക്കാം. മേലുമുണ്ടല്ലേ? അപ്പൂനൊക്കെ കൊടുക്കാനൊക്കെ പറ്റും. പറ്റില്ല. പിന്നെ എന്താ കോസ്റ്റ്? ഗുരുവായൂർ പോകുമ്പോൾ നമ്മൾ മുണ്ടാണല്ലേ 374. 174. മുണ്ടുകൾ എവിടെയുള്ള ചെറുത് മുണ്ടുകളില്ലേ? ഇതിപ്പോൾ സെറ്റ് മുണ്ടല്ലേ? ആ സെറ്റ്. സെറ്റ് മുണ്ടെന്ന് പറയുമ്പോൾ 2 മുണ്ടല്ലേ? അതന്നെ മുണ്ടും. ഇതെന്താ കോസ്റ്റ് വരുന്നത്? 209 ഉള്ളൂ. ഇതാണ് സ്റ്റാർട്ടിങ്. ഇതാണ് സ്റ്റാർട്ടിങ്. 209 രൂപ വരുന്നത് സെറ്റും ഉണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ സാരിയിൽ നമ്മൾ സ്റ്റാർട്ടിങ് കണ്ടത് 300 പ്ലസ്സിൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങനെ കയറി പോകുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു 3000 പ്ലസ് കണ്ടു, അതുവരെ അങ്ങനെ പോകുന്നുണ്ട്. അതിനും മുകളിലുണ്ട്. ഓക്കെ. 232 ബ്ലാക്ക് എടുക്കുന്നത് 232 ഇല്ല. അമ്മമാർക്ക് നമുക്ക് സാധാരണ ചെറിയ ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റും വീട്ടിൽ. അല്ല, എല്ലാവർക്കും കൂടാലോ, ചേച്ചിമാർക്ക് കൂടെ, നിങ്ങൾക്ക് കൂടാലോ. കൂടാ. അതെ, നല്ല കര കുഞ്ഞിക്കരിയാണ് അല്ലേ? ഇതെന്തായിരുന്നു? ഇത് ഹാൻഡ്ലൂമിന്റെ സാധാ സിൽവർ ഗോൾഡൻ ടിഷ്യൂന്റെ സാരിയാണ്. ഓക്കെ. ഇതിന്റെ റേറ്റ് വന്നിട്ട് 3865 വരും. 3865 അല്ലേ? ഇതിന്റെ ടോപ്പ് ഒന്ന് കാണിക്കോ? ഏറ്റവും ടോപ്പ് റേഞ്ചിലുള്ളത് നമ്മള് സ്നാപ്പ് എടുത്ത പോലത്തെ എടുക്കാം. ഇതിപ്പോ നമ്മൾ സെലക്ട് ചെയ്ത് ഇതുമായിട്ട് വ്യത്യാസം ഉണ്ടല്ലേ? തുണിക്ക് വ്യത്യാസം ഉണ്ടാവില്ലേ? ഇതിപ്പോ 6300 വരുന്നതാണ്. 6300 അല്ലേ? ഇത് വന്നിട്ടില്ലേ കോട്ടന്റെ വന്ന് പവർ ലൂമിൽ നെയ്തെടുത്തതാണ്. ഇത് എങ്ങനെയും പോയ 700 സംതിങ് വരുള്ളൂ റേറ്റ്. ഇതിപ്പോ എന്തായിരുന്നു കോസ്റ്റ് നമ്മളുടെ ഉള്ളത്? 700. ഓക്കെ. ഇത് വന്ന് ഹാൻഡ്ലൂം ഗോൾഡൻ ടിഷ്യൂന്റെ സാരിയാണ്. ഇത് എങ്ങനെ മാക്സിമം വന്ന് 3000 ആ റേഞ്ച്. ഓക്കെ. ഓക്കെ. നമ്മളുടെ ഇതിന്റെ റേഞ്ച് എന്തായിരുന്നു? 3000. കൈ കൊണ്ട് നെയ്തെടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ട് വരുന്നത് അല്ലേ? ഇത്രയും വില. കസവൊക്കെ സെയിം വീതി തന്നെയാണ് രണ്ടും. പക്ഷെ തുണിക്ക് തുണിയുടെ വ്യത്യാസം. 3865. ഓക്കെ. 3865 അല്ലേ? ഓരോ അഴിയും തുന്നി എടുക്കുന്നത് കൊണ്ട് അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് അറിയുന്നുണ്ടോ? പിന്നെ ഉണ്ടല്ലോ. ഇത് കോട്ടൺ കളർ ഉണ്ടാവും. പിന്നെ ഇത് ടിഷ്യൂ. പിന്നെ എന്താണ് ഇത് മെഷീൻ മെയ്ഡും ഇത് ഹാൻഡ് മെയ്ഡും. റഫാണ്. ഉദ്ദേശിക്കുന്ന സാധനം എനിക്ക് മനസ്സിലാവുന്നില്ല. മെറ്റീരിയൽ ഒരു റഫ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇതെന്താ പറഞ്ഞ പ്രൈസ്? ഇത് 250. 200. ഇത് 350. ഓക്കെ. ഇത് കടക്കും. ഒന്ന് ഓപ്പൺ ചെയ്ത് ചേച്ചി വെച്ച് നോക്കി. നീ വെച്ചിട്ട് അങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞാൽ അവിടെ. ഇത് 250 അല്ലേ? പക്ഷേ വലിയ കുഴപ്പമില്ല അല്ലേ? സി നമ്മളിപ്പോൾ എടുത്തത് ഈ ടൈപ്പാണ്. ഇതിപ്പോൾ ആക്ച്വലി 250 റേഞ്ചിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതല്ലാതെ പിന്നെ ഇതുണ്ടല്ലേ, ഈ ഒരു കളക്ഷൻ കംപ്ലീറ്റ് ഉണ്ട്. ഈ കളക്ഷൻ മാത്രമല്ല, അപ്പുറം 2-3 കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് മാക്സിമം ഒരു 2.5K പ്ലസ് റേഞ്ച് വരെ നമുക്കിവിടെ അവൈലബിൾ ആണ്. 2500 വരെയുള്ള ധോത്തീസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പം ഇതൊക്കെ നമ്മളിപ്പം ലാസ്റ്റ് നോക്കിയത് 250 ആണ്. അപ്പം അതിനനുസരിച്ച് ഓരോ എന്താ പറയുക കയറി വരുന്നുണ്ടാവും ഈ ഭാഗത്തേക്ക്. ഓക്കെ. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. എല്ലാവരും പോയല്ല. ഇതെല്ലാം കുട്ടികളുടെ കളക്ഷനാണ്. ഈ 2, 8, 3 ഒക്കെ എഴുതിയത് അവനിപ്പോൾ എത്ര വയസ്സായിരുന്നു? 6 വയസ്സാ? 7 വയസ്സല്ലേ? ഗോൾഡ് കുറച്ചുകൂടെ നന്നായിരിക്കും. 180 ഈ കാണുന്നല്ലേ? മറ്റേ സിൽവർ ഇത് കംപ്ലീറ്റ് ലുങ്കിയാ?
മുകളിലെ രണ്ടെണ്ണം അല്ലേ? മനസ്സിലായി. ബാക്കി മറ്റേതുള്ളല്ലേ? 210 അല്ലേ? കൊള്ളാം. ഓക്കെ. ഇത് നന്നായിട്ട് ഒരെണ്ണം എടുത്തില്ലേ? അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കേ. എടുത്തു ഇത് കൈത്തറി മെറ്റീരിയൽ. ഇതെന്താ പുതിയ പ്രൈസ് വരുന്നത്? 170. എത്ര? 170. ആ ഇത് വാങ്ങിക്കൊടുത്തിട്ട് വാഴക്കറ മുഴുവൻ. അത് ലുങ്കിയാണോ? അതെ അതെ, അത് നന്നായിരിക്കും കേട്ടോ. ഇത് റഫ് മെറ്റീരിയൽ. ഇത് അതെ, ഇത് 258. 210 ഈ ടൈപ്പ് അല്ലേ? ഇതൊക്കെ എന്താ കോസ്റ്റ് വരുന്നത്? ഇത് വന്നിട്ട് 154. ഇതാ. അപ്പോൾ നമ്മളുടെ പർച്ചേസ് ഒരുവിധം മുകളിലെ സെക്ഷൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ താഴേക്ക് പോകണം. പോവാം. ഓക്കെ. 50. അപ്പോൾ നമ്മളുടെ പർച്ചേസ് കഴിഞ്ഞു. നമ്മൾ ആക്ച്വലി ബില്ലും സെറ്റിൽ ചെയ്തു. അപ്പോൾ ഇത്ര നമ്മളുടെ കൊണ്ടുവരുന്ന ഉദയാണ്. ഞാൻ ആദ്യം തന്നെ പരിചയപ്പെടുത്താൻ വിട്ടുപോയി. ഉദയ, താങ്ക് യു. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. ഹേഞ്ചി, നമുക്കിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാം. അപ്പോൾ നമ്മളങ്ങനെ രാംസൺസിൽ നിന്ന് ഇറങ്ങി. ആക്ച്വലി നമ്മൾ അത്യാവശ്യം എല്ലാ സാരികളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ബാക്കി എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിതാ വീടെത്തിയിരിക്കുകയാണ്. അപ്പോൾ ആക്ച്വലി സംഭവം ഇന്നത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു കുത്താമ്പുള്ളി കളക്ഷൻസും അതുപോലെ തന്നെ ഡ്രസ്സും പോസ്റ്റും കാര്യങ്ങളൊക്കെ? അടിപൊളി കളക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഒരു കടയിൽ പോയിട്ട് എടുക്കുന്ന പോലെയുള്ള അതൊന്നും ഫീൽ ആയിരുന്നില്ല. വീട്ടിൽ പോയിട്ടുള്ളതായിരുന്നു. നിറയെ കളക്ഷൻസ്. പിന്നെ വില ഞാൻ വിചാരിച്ച് പോകുമ്പോൾ വിചാരിച്ച് വലിയ വിലയായിരിക്കും നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെയില്ല, ഏത് സാധാരണക്കാർക്കും എടുക്കാൻ പറ്റുന്ന വിലയും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പേടിക്കുകയേ വേണ്ട. ഏറ്റവും ലോ കോസ്റ്റ് കൊടുത്തിട്ടാണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ കളക്ഷൻ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. കൈത്തറീസ് ഒക്കെ സൂപ്പർ ആയിട്ട്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് വിചാരിച്ച് പോയ കളേഴ്സ് ഒക്കെ നമുക്ക് കിട്ടി. കുറച്ച് പർച്ചേസും ചെയ്തു. ഓണത്തിന് എന്ന് പറഞ്ഞിട്ട് ആർക്ക് പോയാലും അത് നമുക്ക് ഇഷ്ടപ്പെടും. കാരണം വിലയും ഇഷ്ടപ്പെടും, തുണിയും ഇഷ്ടപ്പെടും. അതിന് വലിയ കാര്യം. ഓക്കെ, അപ്പോൾ എന്തായാലും റാംസൺസിനെ പറ്റി നല്ലൊരു അഭിപ്രായം തന്നെയാണ് കേട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളൊരു കുഞ്ഞു വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം നിങ്ങൾക്കും പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായും അവിടെ തന്നെ പോവാം. നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ കുഞ്ഞു വീഡിയോ അവസാനിപ്പിക്കുന്നു. ഈ ഇഷ്ടമായിക്കാൻ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മളുടെ സുൽത്താൻ ബൈറ്റ്സിനുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബൈ.